അഭിഷേകം എന്ന വചന സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ഇയ്യോബ് ദൈവത്തോട് പറയുന്ന കാര്യം നമുക്ക് ഇവിടെ ചിന്തിക്കാനുണ്ട്. ഇയ്യോബ് പറയാണ്, അത് അങ്ങനെ തന്നെ എന്ന് എനിക്കറിയാം നിശ്ചയം. ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? ദൈവസന്നിധിയിൽ മർത്യൻ എങ്ങനെയാ നീതിമാനാകുന്നത്? അടുത്ത വചനം, അവൻ ദൈവത്തോട് വാദിക്കാൻ ഇഷ്ടം തോന്നിയാൽ 1000-1 പോലും ഉത്തരം പറയാൻ കഴിയില്ല. ദൈവസന്നിധിയിൽ മനുഷ്യന് പരിമിതികളുണ്ട്. ദൈവമാരാ? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. സർവ്വതിനും മതിയായ ദൈവത്തെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യർ ദൈവസന്നിധിയിൽ വാദിക്കാൻ ആരാണ്? ദൈവത്തിന്റെ വിശുദ്ധിക്ക് മുന്നിൽ സ്വയം നീതീകരണം അസാധ്യമാണ്. ദൈവം സർവശക്തനാണ്. യോബ് ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ യോബിന്റെ കുറ്റങ്ങളും കുറവുകളും അറിയാത്ത ദൈവമല്ല, അറിയുന്ന ദൈവമാണ്. ഇയ്യോബ് പറയുകയാണ്, താൻ തെറ്റുകാരനല്ലെന്ന് വിശ്വസിക്കുമ്പോഴും സർവശക്തനും പ്രപഞ്ച സൃഷ്ടാവും സർവ്വതിനും മതിയായ ദൈവത്തിന്റെ മുമ്പിൽ എൻ്റെ ന്യായീകരണം കൊണ്ട് എന്തു കാര്യം? എൻ്റെ തെറ്റുകളെ അറിയാത്ത ദൈവമല്ല, അറിയുന്ന ദൈവമാണെന്ന് ഇയ്യോബ് പറയുകയാണ്. എന്നിട്ട് ഇയ്യോബ് പറയുകയാണ്, ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥൻ ഉണ്ടായിരുന്നെങ്കിൽ ആ മധ്യസ്ഥനാണ് പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വരാൻ ഇടവന്നത്. അന്ന് ഇയ്യോബിന് ബലവും ശക്തിയും നൽകിയത് കർത്താവായിരുന്നു. ഇന്ന് ഞാൻ പറയാം, നമ്മുടെ വേദനകളുടെ നടുവിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്നത് നമ്മുടെ കർത്താവാണ്. അവൻ ശാന്തശീലനും വിനീതകൃതനുമാകിയാൽ നിങ്ങൾ എന്നിൽ നിന്ന് കണ്ടു പഠിക്കുമെന്ന് പറയാൻ കാരണം, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിനെന്ന് പറഞ്ഞതുകൊണ്ടാണ്. യേശു കർത്താവ് ആരാണെന്ന് നമ്മൾ അറിയണം. ഇയ്യോബിന് ദൈവത്തോടുള്ള മധ്യസ്ഥം, എൻ്റെ ഭാരങ്ങളെ വഹിച്ച് ദൈവസന്നിധിയിലേക്ക് എന്നെ എത്തിക്കാൻ വേറെ ആർക്കും കഴിയില്ല. യെശയ്യാ പുസ്തകം പറഞ്ഞതുപോലെ, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം കിട്ടി, അവൻ്റെ മുറിവുകളാൽ നമുക്ക് വിടുതൽ കിട്ടി. അവൻ നമ്മുടെ പാപങ്ങളെ വഹിച്ചു, അവൻ നമുക്കൊരു മാതൃക വെച്ചു, അവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ കയറി, അവൻ അവൻ്റെ ശരീരത്തിൽ നമുക്ക് വേണ്ടി അടികളേറ്റു, അവൻ നിന്ദനങ്ങളേറ്റു. എന്നിട്ട് അവൻ ക്രൂശിലൂടെ വിളിച്ചു പറയുന്നു, അവനെ ദ്രോഹിച്ചവരെയും അവനെതിരെ നിന്നവരെയും അവനെ കൊന്നവരെയും നോക്കിക്കൊണ്ട് കർത്താവ് പറയാണ്, ഈ പാപം അവരുടെ മേൽ ചുമത്തരുത്. ഈ ഒരു മധ്യസ്ഥത, ഈ ഒരു ദൈവപ്രവൃത്തി ഇയ്യോബിന്റെ ജീവിതത്തിൽ സ്നേഹിതന്മാരിൽ നിന്നുള്ള അപകേടനത്തിന്റെ നടുവിലും ഒറ്റപ്പെടുത്തലിന്റെ നടുവിലും എൻ്റെ ദൈവം സർവശക്തനാണെന്ന് വിളിച്ചു പറയാൻ മടി കാണിച്ചില്ല. എൻ്റെ ദൈവം സകലത്തിനും മതിയായവനാണെന്ന് മടി കാണിച്ചില്ല. ഇന്ന് ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ നമുക്ക് ദൈവത്തോട് കൂടുതൽ സ്നേഹം വർദ്ധിക്കും. വെളിപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തോട് കൂടെ ഒത്തിരി അടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ കഴിയും. യോബിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും വേദനകളും പ്രയാസങ്ങളും വന്നപ്പോഴും ദൈവം അവനെ കൈവിട്ടില്ല. കൈവിടാത്ത ദൈവത്തിന്റെ കൃപയെ അനുഭവിക്കാൻ ഇന്ന് നമുക്ക് കഴിയാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കണം. ദൈവം നീതിമാനായ ദൈവമാണ്. നമ്മുടെ കുറ്റങ്ങളും കുറവുകളും നമുക്ക് വേണ്ടി
മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മെ സൗജന്യമായി നീതീകരിച്ച കർത്താവിന്റെ മുമ്പിൽ ഞാനൊരു നീതിമാനാണെന്ന് ഞാൻ പറയേണ്ട. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പറഞ്ഞു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ആരെല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞാലും കർത്താവ് എൻ്റെ പക്ഷത്തെങ്കിൽ ആരും എനിക്കെതിരെ നിന്നാലും എനിക്ക് കുഴപ്പമില്ല എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമുക്ക് കർത്താവുമായിട്ടുള്ളൊരു കൂട്ടായ്മ ഉറപ്പിക്കണം. ഒന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഹൃദയങ്ങളെ ഒരുക്കി. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ദൈവപ്രവൃത്തി നടത്തണം. കാരണം നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിരഹിതരായ മനുഷ്യരെ നീതിമാന്മാരാക്കാൻ കഴിയുന്നൊരു കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോഗ്യതയല്ല, അവൻ്റെ കൃപയാണ്, അവൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് കർത്താവെ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. ഈ വചന സന്ദേശം നമുക്കൊരു അനുഗ്രഹമായി, നമ്മുടെ കുടുംബത്തിൽ വലിയൊരു വിടുതലായി. ഈ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ, യോബിന്റെ ജീവിതത്തിൽ അവനെ തന്നെ ഏറ്റുപറഞ്ഞെങ്കിൽ നമ്മളെ തന്നെ പറയുവാനും നമുക്ക് ഒരു മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിലുള്ള കർത്താവ്, അവന്റെ നാമമഹത്വത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതം അത്ഭുതകരമായി വിടുവിക്കാൻ ഇടവരുമെന്നുള്ള സത്യം അറിഞ്ഞ് അവനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.